ഹലോ, ഗുഡ് ഈവനിങ്. ഇതാണെങ്കിലുണ്ടല്ലോ, ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നുള്ള ഈവനിങ് സമയത്തെ കുറച്ച് അൽക്കുലത്തെ പരിപാടികളൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, നോമ്പാണ്. അപ്പോൾ അതിന് മുന്നേയുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല. ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. പിന്നെ എത്രാമത്തെ പ്രാവശ്യം അറിയാം ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത് തന്നെ കുറേ മിസ്റ്റേക്കുകളുണ്ടാവും, ക്ഷമിക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവരോടും. അപ്പോൾ ആണെങ്കിലുണ്ടല്ലോ, എണീറ്റ് കുളിയും നനയും നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, നമസ്കാരവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി അന്ന് ഫുഡ് മേടിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു നഴ്സാണ്. ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ഒരാളാണ്. ഞാൻ ഒട്ടും ഇഷ്ടമില്ലാതെ ജോലിക്ക് കയറിയ, ജോലിയല്ല പഠിക്കാൻ പോയ ഒരാളാണ് നഴ്സിംഗ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ റീജോയിൻ ചെയ്ത സാധനമാണ്. എനിക്ക് പിന്നീടാണ് കിട്ടിയത്. നഴ്സിംഗ് എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല. മെഡിക്കൽ ഫീൽഡിനെ പറ്റി ആലോചിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ പോയി ജോയിൻ ചെയ്തേ. എന്താ അന്തോ ഇല്ല കുന്തോ ഇല്ലാതെ പോയി ജോയിൻ ചെയ്ത സാധനമാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് വെച്ചാൽ, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഇമോഷണലി ഡൗൺ ആക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഇയറിലും പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാരോട് ഇടപെട്ട് സംസാരിച്ച് കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. എപ്പോഴും അല്ല, ചില കാര്യങ്ങൾ ഇൻട്രോവേർട്ടും ചില കാര്യങ്ങൾ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ് ഞാനപ്പം. ഞാൻ പോയി ആൾക്കാരോട് സംസാരിച്ചു, അവരോടൊക്കെ അങ്ങനെ ഇടപഴകിയിട്ടാണ് ഞാൻ പിന്നീട് എനിക്ക് നഴ്സിംഗ് ഇഷ്ടപ്പെട്ടത്. കുറച്ച് മാഡംസിൻ്റെയും കുറച്ച് സുഹൃത്തുക്കളുടെയൊക്കെ ഇത് കാരണമാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്നും പറയാം. ദെൻ ഞാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ 4th ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിക്ക് കയറിയ ഒരാളാണ്. നമ്മളിന്നൊരു പേഷ്യൻറ്റ് നോക്കിക്കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് ഡിസ്ചാർജായി പോകുമ്പോൾ അവർ തരുന്നൊരു ബ്ലെസ്സിങ് ഉണ്ട്, അവർ തരുന്നൊരു സ്മൈലുണ്ട്. ഇറ്റ്സ് എന്താ പറയുക, നമുക്ക് ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറമാണത്. അതൊരു അടിപൊളി മൊമെൻ്റാണ്. അതായിരുന്നു എൻ്റെ ഏറ്റവും. അത് നമുക്ക് എന്താ പറയുക, ആ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാം. അങ്ങനെ അന്നത്തെ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറി. അങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ കയറി. അപ്പോൾ